Raus കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്രൂട്ട് പിക്കിളുമായിട്ടാണ്. ഫ്രൂട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം. എങ്കിലും ഈ ഫ്രൂട്ടിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ റംബുട്ടാനാണ് ഇന്നത്തെ പ്രധാന താരം എന്ന് പറയുന്നത്. നേരത്തെയൊക്കെ ഫ്രൂട്ട് സ്റ്റാളുകളിൽ മാത്രം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ലഭ്യമായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ മിക്ക വീടുകളിലും റംബുട്ടാൻ സുലഭമാണ്. ഇപ്പോൾ സീസൺലി അവൈലബിൾ ആണ് ഈ ഫ്രൂട്ട്. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ഞാൻ റംബുട്ടാൻ കുറച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ ഒരു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിനോടൊപ്പം വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വെളുത്തുള്ളി, ഒരു 3 കുടം ചെറിയ വെളുത്തുള്ളി ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പച്ചമുളക് ഒരു 3 എണ്ണം വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കടുക് താളിക്കാനായിട്ട് ഒരു 1/2 സ്പൂൺ ഉലുവയും 1/2 സ്പൂൺ കടുകും എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 4.5 സ്പൂൺ മുളക് പൊടി സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ഉലുവാപ്പൊടിയാണ്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യണം. അതൊക്കെ നമുക്ക് ചേർക്കുമ്പോൾ അതിനൊപ്പം കാണിക്കാം. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് റൗസ് കിച്ചൺ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾ ലഭിക്കുകയും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. റംബുട്ടാൻ വിറ്റാമിൻസ് കണ്ടൻസ് അടങ്ങിയ വളരെയധികം മൂല്യമുള്ള ഒരു ഫ്രൂട്ടാണ്. എങ്കിൽ കൂടിയും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ ഒരു പൾപ്പ് വിത്ത് സീഡ് എന്ന് പറയുന്ന സീഡ് അല്പം വലുതാണ് ഇതിനകത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്ക് തൊണ്ടയിലൊക്കെ കുടുങ്ങാൻ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് ഒരു കാരണവശാലും കൊടുക്കരുത്. തൊണ്ടയിൽ കുടുങ്ങാൻ വളരെ സാധ്യത കൂടുതലാണ്. അതുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് പോകാം. ഒരു തവ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനൊരു നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഒരു 5 സ്പൂണോളം നല്ലെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക. എണ്ണ കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച്, കുറച്ച് വേണ്ടവർക്ക് അതിനനുസരിച്ച് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് കടുകും നമ്മുടെ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ നല്ലൊരു മണം ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നാമത് നല്ലെണ്ണയിലാണ്, അതിൻ്റെ കൂടെ ഇതുകൂടി ഇട്ടപ്പം അച്ചാർ പൊതുവേ നല്ലെണ്ണയിൽ ഇടുന്നതാണ് നല്ലത്. ഇല്ല എങ്കിൽ വെളിച്ചെണ്ണയിലോ സൺഫ്ലവറിലോ ഒക്കെ അവർക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഓയിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന. അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒന്ന് ഒത്തിരി അങ്ങ് ബ്രൗൺ കളറൊന്നും ആവേണ്ട. കാരണം നമ്മുടെ അച്ചാറിലിരുന്ന് നമ്മൾ ലാസ്റ്റ് കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഇരുന്ന് ഒന്ന് ഇത് മെൽറ്റ് ആവും. അപ്പം നമുക്ക് അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നമ്മുടെ ഉള്ളിയും മുളകും ഒക്കെ ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്ത് ഈ ചൂടിലാണ് മുളക് പൊടി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. മുളക് പൊടിയുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഈ എണ്ണയിൽ കിടന്ന് തന്നെ ചൂടായി നമുക്ക് ചൂടാക്കിയെടുക്കാം. അതിന് തീ വേണമെന്നൊന്നുമില്ല. മുളക് പൊടിയിലേക്ക് ഇനി നമുക്ക് കായം, ഒരു ഇത്രയും കായം ഇട്ട് കൊടുക്കുന്നുണ്ട്. കായവും അച്ചാറിനൊക്കെ കായവും ഉലുവാപ്പൊടിയൊക്കെ ഇച്ചിരി കൂടി നിൽക്കണം, എങ്കിലേ ആ മണമൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും അതേപോലെ തന്നെ ഒരു 1/4 to 1/2 കായമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്തിലേക്ക് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് ഇച്ചിരി ലൂസായിട്ട് അച്ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരല്പം തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഇതൊന്നുകൂടി ഒന്ന് മൊത്തത്തിലൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റംബുട്ടാൻ ഇട്ട് കൊടുക്കുന്നത്. ഓൾറെഡി ഒരല്പം വെള്ളം ഇതിനകത്ത് ഊറി വരുന്നുണ്ട്. കാരണം ഇതൊരു ഫ്രൂട്ടല്ലേ, ഇതിനകത്ത് നിന്ന് ഒരല്പം വെള്ളം ഊറി വരുന്നുണ്ട്. അത് കാരണം ഞാൻ അഡീഷണൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഇച്ചിരി കുറുകിയിരിക്കുന്ന, അതായത് പുരട്ടിയിരിക്കുന്ന രീതിയിലുള്ള അച്ചാറാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പം അതുകൂടി നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വെള്ളം ചേർക്കണമെങ്കിൽ ആ രീതിയിൽ ചേർക്കാം. അതല്ല എങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ റംബുട്ടാൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം വിനാഗിരി ചേർത്ത് കൊടുക്കാം.
വിനാഗിരി ഒഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാമെങ്കിലുള്ള ഒരാഴ്ച നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് കൂട്ടാമെങ്കിൽ ഇതിനകത്തിരിക്കുന്ന സീഡ് കൂടി നന്നായിട്ട് മെൽറ്റായി നമുക്ക് കഴിക്കാൻ പാകത്തിന് ഈ ഈ ഫ്രൂട്ടിൻ്റെ സീഡും നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പാകത്തിനായി കിട്ടും. നന്നായിട്ട് മെൽറ്റായി അലിഞ്ഞ് നല്ല അമ്പഴങ്ങയൊക്കെ അച്ചാർ നമ്മൾ കൂട്ടുന്ന പോലെ നന്നായിട്ട്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കൂട്ടുവാണെങ്കിൽ ഈ സീഡ് നമ്മളെടുത്ത് കളയാനേ പറ്റത്തുള്ളൂ. അതിൽ നല്ലത് നമ്മൾ ഒരല്പം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം യൂസ് ചെയ്ത് തുടങ്ങാമെങ്കിൽ നമുക്ക് ഈ സീഡും നമുക്ക് കഴിക്കാൻ നല്ല പാകമായി കിട്ടും. ഇനി നമുക്കിത് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ മനോഹരമായ സ്വാദിഷ്ടമായ റംബുട്ടാൻ അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് കാണുന്നത് പോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. നല്ല ഒരു മധുരവും പുളിപ്പും എരിവും എല്ലാം കൂടി കലർന്ന നല്ല അടിപൊളി സ്വാദിഷ്ടമായ അച്ചാറാണ് ഈ റംബുട്ടാൻ അച്ചാർ എന്ന് പറയുന്നത്. അപ്പം ഇത് ഫ്രൂട്ട്സായി കഴിക്കുന്നതിനോടൊപ്പം തന്നെ വളരെ കുറച്ചേറെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇങ്ങനെ അച്ചാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേശ്ശെ എടുത്ത് കഴിക്കാൻ വളരെ ഒരു ടേസ്റ്റിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന മറ്റച്ചാറിൻ്റെ കൂട്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറുമാണ്. അപ്പം എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഞങ്ങളെ അറിയിക്കണം. അപ്പം മറ്റൊരു മനോഹര വീഡിയോയുമായി വരുന്നത് വരെ സീ യു നെക്സ്റ്റ് ടൈം. ബൈ.